ഹലോ. അങ്ങനെ മഞ്ഞിൽ മൂടിയ ഒരു രാത്രി കഴിഞ്ഞിട്ട് രാവിലെ തന്നെ നല്ല നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കുളിച്ചൊരുങ്ങി പൈൻ റിസോർട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. എന്താ വെച്ചാൽ രാവിലത്തെ വൈബും അതൊരു വേറെ തന്നെയാണ്. എസ്പെഷ്യലി ഞങ്ങളിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ വേഗം ജസ്റ്റ് എല്ലാം ഒന്ന് കറങ്ങി ഞങ്ങൾ കണ്ടുവന്നു. ഞങ്ങൾക്കിന്ന് 11 മണിയായപ്പോഴേക്കും ചെക്കൗട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾ കുളിച്ചിറങ്ങി 9 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ അഡ്വഞ്ചർ പാർക്കിൽ എത്തണമായിരുന്നു. ഇവിടുന്ന് തന്നെ ഒരു 1-1.5 മണിക്കൂറത്തെ യാത്രയുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഹോട്ടലിലത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു നല്ല ട്രാഫിക് ആയിരിക്കും. വീക്കെൻഡിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഒരു രക്ഷയില്ല. എത്ര പെട്ടെന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ അത്ര പെട്ടെന്ന് ഇറങ്ങാനായിരിക്കും നല്ലതെന്ന് ഞങ്ങൾ വിചാരിച്ചു. വേഗം പൂളിലോ ഒന്നും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. പരമാവധി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. വാഗമണ്ണിൽ ഡേ 1 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ മുകളിലത്തെ കാർഡ് പ്രസ് ചെയ്താൽ അത് കാണാൻ പറ്റും. അങ്ങനെ ചെക്കൗട്ട് കഴിഞ്ഞ് രാവിലെ തന്നെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് ഞങ്ങൾ യാത്രയായി. ഇതാണ് അഡ്വഞ്ചർ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ്. പക്ഷേ എന്തോ മെയിൻ്റനൻസ് കാരണമാണെന്ന് അറിഞ്ഞുകൂടാ ഇതിലേക്കൂടെ അല്ല കയറ്റണത്, വേറൊരു വഴി കൂടെയാണ് കയറ്റണത്. അത് വേറെ വീണ്ടും കുറേ ദൂരെ പോകണം. നല്ല ബ്ലോക്കായിരുന്നു. എന്നാലും കാണാനൊക്കെ ഉള്ള വ്യൂസും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ആ വഴി ഇങ്ങനെ പോകുന്നത് കോൺക്രീറ്റ് ചെയ്ത പോലത്തെ റോഡുകളായിരുന്നു. അതെല്ലാം ചെന്ന് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് നേരെ അഡ്വഞ്ചർ സോണിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാർ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട്. അവിടെ നിന്ന് നടക്കുമ്പോൾ തന്നെ നമുക്ക് അഡ്വഞ്ചർ സോണിൻ്റെ വിദൂര ദൃശ്യങ്ങൾ കാണാം. നല്ല ഭംഗിയാണ്. എന്തൊക്കെയുണ്ടെന്നും എല്ലാവരും ജസ്റ്റ് നമുക്ക് നോക്കി നടന്ന് ഒക്കെ എല്ലാം ഒന്ന് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് വെച്ചൊക്കെ കാണാൻ പറ്റും. ആദ്യം തന്നെ ഞങ്ങൾ എല്ലാം ഒന്ന് കറങ്ങി അടിച്ച് നടന്ന് കണ്ടു. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, എങ്ങനെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ. അഡ്വഞ്ചർ സോണിൽ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പലതരം റൈഡ്സുകളുണ്ട്, പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടാനുസൃതം എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. പക്ഷേ മെയിൻലി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അവിടെ ഒട്ടും റേഞ്ച് ഇല്ല, മലമുകളിലാണ്. അപ്പോൾ പരമാവധി ക്യാഷ് കയ്യിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ചെയ്യാമെന്ന് വെച്ചാൽ ഒന്നും നടക്കണ കാര്യമില്ല. അവിടെ ഒന്നും അത് രക്ഷയില്ല. നമ്മൾ ക്യാഷ് തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. നമുക്കിവിടുന്ന് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ദൂരേന്ന് തന്നെ കാണാം. എന്ത് മനോഹരമാണെന്നോ അത് കാണാൻ. ഇവിടെ അഡ്വഞ്ചർ ഏരിയയിൽ 2 വാച്ച് ടവേഴ്സ് ഉണ്ട്. അത് ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ കയറുന്നുണ്ട്. വലിയവരായിക്കോട്ടെ ചെറിയവരായിരിക്കോട്ടെ. കാരണം അതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല, ഫ്രീ ആണ്. മാത്രമല്ല അതിൻ്റെ ടോപ്പിൽ കയറിയാൽ തന്നെ അഡ്വഞ്ചർ പാർക്കിൻ്റെ എല്ലാ ഏരിയാസും സൂപ്പറായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്ത് രസമാണെന്നോ അതൊക്കെ കാണാൻ. അവിടെ നിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സൂപ്പർ ആകാശ കാഴ്ച തന്നെയാണ്. സ്കൈ സൈക്ലിങ്ങും ഉണ്ട് അവിടെ, സ്കൈ റോളറും ഉണ്ട്. സ്കൈ സൈക്ലിങ്ങിനോട് ചേർന്ന് തന്നെയുള്ള ട്രാക്കിൽ കൂടി തന്നെയാണ് സ്കൈ റോളറും പോകുന്നത്. വാച്ച് ടവറിൻ്റെ മുകളിൽ കയറുമ്പോൾ അതും നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ കാണാൻ പറ്റും. സ്കൈ സൈക്കിളിൻ്റെയും സ്കൈ റോളറിൻ്റെയും വൈബ് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അവിടെ. ആകാശത്ത് കൂടെ സൈക്ലിംഗ് ചെയ്യൽ അതൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് ചെയ്യാം. തലങ്ങും വിലങ്ങും ആകാശത്ത് കൂടെ സൈക്ലിങ്ങിന് പോകുന്നതാണ് നല്ല രസം തന്നെയാണ്. റോക്കറ്റ് ഇജക്ടർ ഉണ്ട്. റോക്കറ്റ് പോലെ മുകളിലേക്ക് പൊന്തുന്നതാണ് ഈ സാധനം. വെറും 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോഴേക്കും ആളുടെ കിളിയൊക്കെ പോയി കാണും. എനിക്ക് തോന്നുന്നത് അത് കുറച്ച് റിസ്ക് ഉള്ളതാണ്. എന്താ വെച്ചാൽ കുട്ടികളും ആയിക്കോട്ടെ വലിയവരും ആയിക്കോട്ടെ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വോമിറ്റിംഗ് ഒക്കെ ചെയ്യണ കണ്ടിരുന്നു. പിന്നെ അലറിക്കൊണ്ടാണ്, സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ചിരിയും വരും. നമുക്കതൊക്കെ കാണുമ്പോൾ ചിരിയും വരും. പിന്നെ നമുക്ക് തോന്നും എന്നാൽ പിന്നെ എന്തിനാ ഇവർ കാശ് കൊടുത്ത് ഇങ്ങനെ വയ്യാവേലി ചെയ്യണമെന്ന്. എന്നാലും അതൊക്കെ ഇഷ്ടമുള്ളവരും ഉണ്ടാവും. എന്നാലും അതൊരു വേറെ അവരുടേതായ വേറെ ഒരു വൈബുമാണ്. കാണാൻ നല്ല രസമാണ്.
അതിൻ്റെ അടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് നമ്മൾക്ക് ഏത് ആക്ടിവിറ്റി ചെയ്യാനാണ് താല്പര്യമെന്ന് സെലക്ട് ചെയ്ത് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ആക്ടിവിറ്റികളുടെ ലിസ്റ്റും റേറ്റും എല്ലാം തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മിക്ക റൈഡിനും 350 രൂപയാണ്. അത് പാക്കേജ് വൈസും ഉണ്ട്, കോംബോ വൈസും ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ആളുകൾ അനുസരിച്ച് മിക്ക ഏജ് വൈസ് ആണ് മിക്ക റൈഡുകളും ഉള്ളത്. എബോവ് 10 ഇയേഴ്സ് ആണ് മിക്ക റൈഡുകളും ഉള്ളത്. എനിക്ക് തോന്നുന്നു ആളുകൾ കൂടുതലുണ്ടെങ്കിൽ കോംബോ പാക്കേജസ് എടുക്കുന്നതായിരിക്കും ലാഭം. വലിയ റിസ്ക് ഇല്ലാത്ത കുറച്ച് റൈഡുകളൊക്കെ മോനെ കൊണ്ട് ഞങ്ങൾ ചെയ്തു. അവിടെ കുറേ അങ്ങോട്ട് എക്സ്പ്ലോറൊക്കെ ചെയ്ത് നടന്നു. അഡ്വഞ്ചർ സോണിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. പക്ഷേ ഒരു ദിവസം ലിമിറ്റഡ് ടിക്കറ്റ്സ് മാത്രമേ അവർ കൊടുക്കാറുള്ളൂ. അതും ടൈം അലോട്ട്മെൻ്റ് ഉണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് എങ്ങാണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ കിട്ടിയ സമയം വൈകുന്നേരം 4 മണിക്കാണ്. അതുവരെ ഞങ്ങൾ അവിടെ കറങ്ങി അടിച്ച് നടന്നു, കുറേ കിടന്ന് ഉറങ്ങി, അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യണമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഉച്ചയായപ്പോഴേക്കും വെയിൽ അപാരമായിരുന്നു, സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാറിനുള്ളിൽ AC ഇട്ടിരുന്നു, കുഞ്ഞു മോനും ഉണ്ടായിരുന്നില്ലേ. എന്നാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി എല്ലാവരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടന്നു, കുറച്ച് റൈഡുകളിലൊക്കെ കയറി. വലിയ വലിയ റൈഡുകളൊന്നും കയറിയില്ല. എന്താ വെച്ചാൽ കുഞ്ഞുമോനുള്ള കാരണം ഞങ്ങൾ എങ്ങാനും അതിൽ കയറി ഞങ്ങൾ വയ്യാണ്ടായത് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല. വാച്ച് ടവറിലൊക്കെ കയറി. വാച്ച് ടവറിലൊക്കെ കയറുമ്പോൾ എന്ത് രസമാണെന്നറിയോ കാണാൻ. ദൂരെ ദൂരെ വരെയുള്ള പച്ചപ്പ് നിറഞ്ഞ നിരകളും ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കാണാം. വാഗമണിൻ്റെ മലനിരകളൊക്കെ കാണാൻ എൻ്റെ പൊന്നെ പൊളി തന്നെയാണ്. നമുക്കതൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. ഞങ്ങളുടെ ടൈം കിട്ടിയത് 4:30 മണിക്കായിരുന്നു. ഞങ്ങൾ 4 മണിയായപ്പോഴേക്കും പതുക്കെ പതുക്കെ നടന്ന് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണത്. 120 അടിയാണ് ഇതിൻ്റെ നീളം. ഒരു സമയത്ത് 20 പേർക്ക് മാത്രമേ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റുള്ളൂ. മാത്രമല്ല കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ബാച്ച് ആൾക്കാർ കയറി കഴിയുമ്പോൾ അടുത്ത ബാച്ച് ആൾക്കാരിനെ കയറ്റും. അങ്ങനെയാണ്. ഇപ്പോൾ കയറുമ്പോൾ തന്നെ ഷൂ സോക്സ് ഊരി വെച്ചിട്ട് വേണം അവിടെ കയറ്റാൻ. പിന്നെ കുഞ്ഞു മോനെ, ഞങ്ങളുടെ മോന് 4 മാസമല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അവനൊന്നും കയറ്റിയില്ല. അപ്പോൾ ഞാനും മോനും കയറി. പിന്നെ ഞാനും ഹസ്ബൻഡും മോനും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ഒരാൾക്ക് മാക്സിമം 10 മിനിറ്റ്, അതിൽ കൂടുതൽ അവർ അതിൽ കയറി നിൽക്കാനോ ഒന്നും സമ്മതിക്കില്ല. അപ്പോഴേക്കും അടുത്ത ബാച്ചിനെ കയറ്റും. മോനെയാണ് ആദ്യം കയറ്റി വിട്ടത്. അവൻ്റെ പുറകിൽ ഞാനും ഉണ്ടായിരുന്നു. അവൻ ആദ്യം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ അതിൻ്റെ മുകളിൽ കൂടെ കയറുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആദ്യം സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയുണ്ടായി. കൂടുതൽ ചെറിയ കുട്ടികളുണ്ടാവും. എനിക്ക് തോന്നുന്നു അവരെയും കയറ്റേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ അവർ അലറി പൊളിച്ച് കരഞ്ഞ് അവരുടെ പാരൻസ് ആണെങ്കിൽ വലിച്ചഴച്ച് കൊണ്ടുപോവുകയാണ്. എന്തായാലും അവിടം വരെ വന്നതല്ലേ. പക്ഷെ അവരുടെ കരച്ചിൽ കാണുമ്പോഴാണ് നമുക്കും കൂടെ കൂടുതൽ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ അവരിലേക്ക് പോകും. അപ്പോൾ ആ ഒരിത് ഒഴികെയാണെങ്കിൽ ബാക്കിയെല്ലാം എൻ്റെ പൊന്നേ അതിൻ്റെ മുകളിൽ നിന്നാൽ എന്താ രസം എന്നറിയോ. നമ്മൾ വല്ലാത്തൊരു ഫീലിംഗ് തന്നെ ആയിരിക്കുള്ളൂ അതിൻ്റെ മുകളിൽ കൂടെ. നമുക്ക് ഫുള്ള് വാഗമണ്ണിൻ്റെ എന്താ പറയുക, മലനിരകളും ഒക്കെ നല്ല ദൂരേന്ന് കാണാം. നമുക്ക് കൺകുളിർക്കെ കണ്ടു നിന്ന് നല്ലപോലെ ആസ്വദിക്കാം. ദാ വരുന്നു എൻ്റെ ഹീറോ. ഹസ്ബൻഡിന് യാതൊരു പേടി ഉണ്ടായില്ല. പുള്ളി കൂസലും ഇല്ലാതെ വന്ന് ലാവിഷായിട്ട് കണ്ട് എല്ലാവരും പോയി. ഹസ്ബൻഡ് വന്നപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായിട്ടോ. പേടിക്കേണ്ട ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു. ഞങ്ങൾ അങ്ങനെയൊക്കെ കണ്ട് എല്ലാവരും പതുക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രീതിയിൽ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അതൊരു വെർത്ത് തന്നെയാണ്. നമ്മൾ എത്ര കാശ് കൊടുത്താലും. ആദ്യം കുറച്ച് കാശ് കൂടുതലൊക്കെ ആയിരുന്നു. സമരങ്ങളൊക്കെ നടത്തിയിട്ട് ആണത് ശരിയാക്കിയത്. ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസിന് വേണ്ടി അവർ ക്ലോസ് ചെയ്യും. പിന്നെ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകാനുള്ള റോഡുകളൊന്നും ഒക്കെ ശരിയായി വരണുള്ളൂ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒക്കെ ശരിയായി വരണുള്ളൂ. വെറുതെ ഇങ്ങനെ റോഡ് ഒന്നും ക്ലിയർ ഒന്നും ആയിരുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ വേണം പോകാൻ. വലിയവർക്ക് പറ്റിയ പുതിയ വേറെ കുറേ ആക്ടിവിറ്റീസ് കൂടി നമുക്ക് കാണാം. ഇത് റോക്കറ്റ് എജക്ടറാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ കയറുന്നവർ
അലറി കൂവി വിളിക്കണ നമ്മൾ ചിരിച്ചിരിച്ചിരിച്ച് ചാവും. ഇത് ഹ്യൂമൻ കയറുമാണ്. പിന്നെ കുറച്ച് ദൂരെ തന്നെ നമുക്ക് സിപ്പ് ലൈൻ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, 360 ഡിഗ്രി സൈക്ലിംഗ് ഉണ്ട്, ട്രാംപ്ലിൻ ഉണ്ട്. ഓപ്പണിംഗ് ടൈമിൽ തന്നെ വന്നാൽ മാത്രമേ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ റൈഡ്സും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബ്ലോക്ക് അതും ഒരു മെയിൻ പ്രോബ്ലം തന്നെയാണ്. പറഞ്ഞത് ഞങ്ങൾ തന്നെ രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്കൂറെങ്കിലും ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടാവും. അമ്മാതിരി റോഡുകളാണ്. നിരങ്ങിയോ നമ്മൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വരാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ നമ്മളുടെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു ലാവിഷായി ഞങ്ങൾ തിരിച്ചു പോകും.